പിന്നെ എന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ കുറവുകളും ഉണ്ട്. ഇങ്ങനെയുള്ള വൈകുന്നേരം അങ്ങോട്ടൊന്നും പോവാ എന്തിനാന്നറിയാമോ? നിനക്ക് വേണ്ടി കാത്തിരിക്കണം. നമ്മളോട് ഈ ഇടികല്ല് കണ്ടപ്പോഴേ, ഇടിഞ്ചക്ക ചതക്കണ കണ്ടപ്പോ ഒരാൾ എഴുതി ഇടിഞ്ചക്ക പരന്ന പ്ലേറ്റിൽ വെച്ചേച്ച് ഗ്ലാസിന്റെ മൂട് കൊണ്ട് ഇത് പ്രസ് ചെയ്താൽ ശരിയാവും. അത് എനിക്ക് തോന്നി ശരിയാന്ന് കേട്ടോ. പ്ലേറ്റിൽ വെച്ചേച്ച പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇടിക്കാൻ പാടില്ല, ഇടിച്ചാൽ പ്ലേറ്റ് ഇതാവൂലേ, ഡാമേജ് ആവൂലേ. അപ്പൊ അത് നല്ല ഐഡിയ കേട്ടോ. പിന്നെ ഞാൻ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അരക്കണ അമ്മിക്കല്ലും പുള്ളക്കല്ലും ഇവിടെ ഉണ്ട്. ആ അമ്മിക്കല്ല് അങ്ങ് കഴുകിയിട്ട് ചൈനകത്തേക്ക് ചതയ്ക്കുവോ പതിവ്. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ റിനോവേഷൻ നടത്തിയപ്പോഴേയും വാട്ടർ ഫിൽറ്റർ അതിനോട് ചേർന്ന് വെച്ചു. അപ്പൊ ആ ഫിൽറ്റർ മൊത്തം മാറ്റണം, അമ്മിക്കല്ലൊന്ന് എടുക്കണം. അവിടെ നമ്മുടെ ഫിൽറ്റർ ഒന്ന് കാണിക്കാവോന്ന് പലരും ചോദിക്കാറുണ്ട്. പഴയ മോഡലുള്ള ഫിൽറ്റർ ആണ് കേട്ടോ, വിന്റേജ്. അപ്പൊ എടുക്കണമെങ്കിൽ അത് കാരണം അത് പിന്നെ നിരക്കി മാറ്റാൻ പാടായതുകൊണ്ട് ഇതിൽ ചതച്ചപ്പോ മിക്സിയിൽ പൾസ് മോഡലിൽ ഇട്ടാൽ മതി എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട്, ബന്ധുക്കൾ എൻ്റെ. പക്ഷെ അതിലൊരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് കുറച്ചങ്ങ് അമങ്ങിപ്പോയി. അതെനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവാണ്. അപ്പം അത് കണ്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ സ്ഥിരം ഇതിടുന്ന ഷൈനി സുരേഷ പറഞ്ഞായിരുന്നു, മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരന്ന ഇടികല്ല് മേടിച്ചു കൊടുക്കാൻ. പറഞ്ഞത് ശരിയാണ്. ആ ഈ വീഡിയോയിൽ പലരുടെയും കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇവിടെ എന്നോട് പറഞ്ഞ ഓർഡർ ഇട്ട് ഒരെണ്ണം മേടിക്കാന്ന്. അപ്പം ഞാൻ അന്നേരം വേണ്ടാന്ന് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ചതയ്ക്കാൻ ഇതുണ്ട്, പിന്നെ അമ്മിക്കല്ലും പുള്ളക്കല്ലും ഇവിടെ ഉണ്ട്. അമ്മിക്കല്ലും പുള്ളക്കല്ലും എന്നാട്ടോ ഞങ്ങൾ പറയണത്. അപ്പം അതിൽ മറ്റുള്ളത് ചതച്ചെടുക്കാമല്ലോ എന്നോർത്ത്. പിന്നെ എന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സംഗതികളും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് മേടിച്ച് കഴിയുമ്പോൾ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അല്ല, ഓരോ സ്ഥലത്തായിട്ട് വെച്ചേക്കോ, നോക്കുമ്പോൾ എടുക്കാൻ പാകത്തിന്. കാര്യം ഇതിന്റെ അടിയിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും വെളിച്ചെണ്ണ അങ്ങനെയൊക്കെയുള്ള ഓരോ സംഗതികൾ ഇതിന്റെ അടിയിൽ പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ കണ്ടെയ്നറുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെക്കാൻ ഇച്ചിരി സൗകര്യക്കുറവുണ്ട്. പിന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കണ ഇതാകുമ്പോൾ ചിലപ്പോൾ അടിയിക്കടെ പാറ്റ ഇതേ ഗ്യാസ് വെക്കണത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേച്ചാ ഇതില. അപ്പൊ ഈ ഗ്യാപ്പ് ഇവിടെ പാറ്റ കയറും ഇടയ്ക്ക്. അപ്പൊ പാറ്റ കയറി കഴിഞ്ഞാൽ മറ്റേ കള്ളികളൊക്കെ തുറസായി കിടക്കും. അപ്പൊ അതിലേക്കൊക്കെ പാറ്റ കയറിയ നമ്മൾ ഇടുകല്ലെടുത്ത് ചിലപ്പോൾ കഴുകിയില്ലെങ്കിൽ അത് ശരിയാവും. അങ്ങനത്തെ കല്ല് മേടിച്ചു കഴിഞ്ഞാൽ വെക്കണ കാര്യമാട്ടോ ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇച്ചിരി അസൗകര്യം ഉള്ളതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ പുള്ളക്കല്ലും അമ്മിക്കല്ലും ഉണ്ടല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ ഞങ്ങൾ മേടിക്കുവാണെങ്കിൽ കാണിക്കാട്ടോ. അപ്പൊ ഞാൻ കുറച്ച് സംഗതികൾ ഈ പ്ലാസ്റ്റിക് ടിന്നുകൾ ഇങ്ങനെ അതും ഇതും ഒക്കെ മേടിക്കുന്ന ടിന്നുകൾ കുറേ അവിടെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ച് ചിലപ്പോൾ അവിടെ ഒരു സ്പേസ്, ഇത് വെക്കുന്നിടത്തൊരു സ്പേസ് ഉണ്ടാക്കി വെച്ച് ചിലപ്പോൾ ഞങ്ങൾ മേടിക്കുവാണെങ്കിൽ കാണിക്കാട്ടോ ഷൈനി. സ്പേസ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിലേ മേടിക്കുള്ളൂ. പിന്നെ അത്രയ്ക്ക് എമർജൻസി ഇല്ലല്ലോ എന്ന് ഓർത്താട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴയ വീടിന് എപ്പോഴും അതിൻ്റെതായ ഒരുപാട് കുറവുകൾ കാണൂലേ. ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ കുറവുകളും ഉണ്ട്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുന്നോ മേടിക്കുന്നോ ഉള്ള കാഴ്ചപ്പാടിലല്ലല്ലോ ഇത് ചെയ്യണ. റിനോവേഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഈ സ്ട്രെങ്ത് അനുസരിച്ചല്ലേ കൂട്ടി ഓരോന്ന് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വർക്ക് ഏരിയയിലും കൂടെ ഞാൻ ബെർത്ത് ഷെൽഫ് അന്ന് കോൺട്രാക്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നടക്കണ്ടേ നമുക്ക്. എല്ലായിടത്തും ഇങ്ങനെ ബെർത്ത് ഷെൽഫ് ആയാൽ എനിക്കാണെങ്കിൽ ഓട്ടിപ്പാഞ്ഞ് നടക്കണം. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ. അപ്പോൾ ഒലോത്തയിലേക്ക് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാരണം അങ്ങനെ ഷെൽഫുകൾ ഇവിടെയൊക്കെ ബെർത്ത് ഷെൽഫ് ഉണ്ട്. അതിലൊക്കെ ഓരോ സംഗതികളാണേ. പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ മെൽ സേഫിൽ ഇങ്ങനെ അടുക്കി വെച്ചേച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ നല്ല പാത്രങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചേക്കുക. അപ്പൊ അങ്ങനെ സ്ഥലം അവിടെ ഒതുക്കി ശരിയാവുകയാണെങ്കിൽ ഒരെണ്ണം മേടിക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സെക്കൻഡ് ട്രിപ്പ് വന്നു ആ കട്ട പുകയില്ല. ഇതില് ആയി തുടങ്ങി. ഒരു മതിലിന്റെ മുകളില് നല്ല തിക്കായിട്ടുള്ളത് വെക്കാൻ മേലാഞ്ഞു. ഒരെണ്ണത്തില് നല്ല തിക്കാണ്, ഓറഞ്ചിന് ബുഷി കുറവാന്നാ പറയണേ. ബുഷി എന്നാ വൈറ്റ് കൊണ്ടേ വെക്കാൻ ആ വൈറ്റ് കട്ട വൈറ്റ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഓറഞ്ച് ചെടി ചെറുതായത് കൊണ്ടല്ലേ. ആ ചെടിയിൽ ഉൾക്കൊള്ളാവുന്ന കൂടുതൽ ബുഷിയാ അവിടെ. വൈകുന്നേരം അങ്ങോട്ടൊന്നും പോവാ. എന്തിനാന്നറിയാമോ, അവിടെ ചുമ്മാ ഒടിച്ചു കുത്തിയ ചെമ്പരത്തി നിറയെ പൂവായി. ഇപ്പൊ വെയിലില്ല അവിടെ വെയിലില്ല. വൈകുന്നേരം പോയി എടുക്കാം. വൈകുന്നേരമ്പോഴത്തേക്ക് വാടുവോന്നറിയില്ല. ചെമ്പരത്തികളുടെ ആറാട്ടം. അതുകൊണ്ട് കംപ്ലീറ്റ് ബട്ടർഫ്ലൈ പകലെല്ലാം നടക്കും. അതേ ബന്ദി നോക്കിക്കേ. ഓണത്തിന് ഇതുപോലെ ആക്കണം. അതെ, അതിലുണ്ട് ഇപ്പൊ ഈച്ചയാന്ന് തോന്നണത്, ബട്ടർഫ്ലൈ അല്ല. അതെ, ഓണത്തിന് ഇതുപോലെ ആക്കാം നമുക്ക്. വിത്തെടുത്ത് വെച്ചാൽ മതിയല്ലോ. വാടാമുല്ലകൾ കുഞ്ഞതാണെങ്കിലും നിറയെ പോവാ. ബൊഗൈൻവില്ല ഫ്രണ്ടിലുള്ളതിലും ഉണ്ട് വൈറ്റ്. പിന്നെ ഗേറ്റിങ്. പിന്നെ ഇതിൽ ഇതേ ആ ലാവൻഡർ പൂവെല്ലാം പോയി. ഇനിയിപ്പോൾ പൂ വന്നോട്ടോ. ഇത് ഡബിൾ ഷെയ്ഡ്, അതും കിളുത്ത് വന്നുണ്ട് പൂക്കളാവാനുള്ള. അത് പൂവായിക്കോളും.
ആയി കഴിയുമ്പോ അത് നല്ല ഭംഗി. നല്ല ഭംഗി. ദേ അത് പൂവിന്റെ ഇതാണ്. ദേ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നിക്കണത് വെള്ളയാ. അവന് ഉപേക്ഷിച്ചേക്കുവായിരുന്നല്ലേ? അതെ, ഇതെല്ലാം ഒരുമിച്ച് വെക്കണം. പക്ഷെ ഒരുമിച്ച് ഇത് ബുഷിയായിട്ട് വരില്ല. അതാണ് ഒരു കുഴപ്പം. ഒരുമിച്ച് പൂ ഒരിക്കലും വരൂല അല്ലേ? അതെ അതെ അതെ, അതാ കുഴപ്പം. അങ്ങനെ വന്നിരുന്നെങ്കിൽ എല്ലാ ചട്ടിയും ഒരുമിച്ച്. അതെ 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 അതെ, ഞാൻ പോവാട്ടോ. അതെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഹോളിഡേയിൽ ഒരു ശംഖുപുഷ്പം പോവാം. ഹോളിഡേയിലോ? ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് വർക്കിംഗ് ഡേ അല്ലല്ലോ. നിനക്ക് വേണ്ടി കാത്തിരിക്കണം പകലെടുക്കാൻ. എനിക്ക് വേണ്ടി എപ്പോഴും ഒരു പുഷ്പം തരാറുണ്ട്. ഇതിലൊക്കെ പൂവിനായത്. ഇതേ കാ ഇങ്ങനെ. ശൈല എന്നോട് പറഞ്ഞ് ഈ കാ മൂത്ത് കഴിയുമ്പോ ഇല്ലേ ചോട്ടിലേക്ക് അങ്ങ് പൊട്ടിച്ചിട്ടാ മതിയെന്ന്. ആണോ? അവിടെ തന്നെ വന്നോളൂ.